ഈ വർഷത്തെ സൗദിയുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ 21 ലോക നേതാക്കൾ പങ്കെടുക്കും. ആഗോളതലത്തിലെ സാമ്പത്തിക സാമൂഹ്യ രംഗത്തെ വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ചയാകുന്ന സമ്മേളനത്തിൽ 8000-ലേറെ ബിസിനസ്സുകാരാണ് പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്ന് ഇത്തവണ കൂടുതൽ മാധ്യമങ്ങൾക്കും അവസരം ലഭിക്കുന്ന സമ്മേളനത്തിൽ മീഡിയ വൺ മാധ്യമ പങ്കാളിയാണ്. സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, എങ്ങനെയൊക്കെയാണ് ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മാധ്യമങ്ങൾക്ക് ഇത്തവണ കൂടുതൽ മാധ്യമങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? സൗദി അറേബ്യയുടെ പ്രീമിയം ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് ആയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ 9ാം എഡിഷനാണ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാസം തുടക്കമാകുന്നത്. 4 ദിവസമായിട്ടാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അത് ഈ മാസം 27-ന് ആരംഭിച്ച് 30-ാം തീയതി വരെ നീണ്ടു നിൽക്കും. അതിൽ 27-ാം തീയതി വൈകുന്നേരമാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന് തുടക്കമാവുക. അന്നേ ദിവസം ലോകത്തെ സാമ്പത്തിക വിദഗ്ധരും മന്ത്രിമാരും ലോക നേതാക്കളും എല്ലാം തന്നെ ഒന്നിച്ചിരിക്കും. അന്ന് പൊതുജനത്തിന് പ്രത്യേകമായ പരിപാടികളില്ല. എന്നാൽ 28-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംരംഭകരും മന്ത്രിമാരും ലോക നേതാക്കളുമെല്ലാം ഭാഗമാകും. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൗദിയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഏക പ്രധാനപ്പെട്ട കോൺഫറൻസ് കൂടിയാണിത്. എന്ന് മാത്രമല്ല, സൗദി കിരീടാവകാശിയുടെയും രാജാവിന്റെയും മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു പ്രീമിയം ബിസിനസ് കോൺക്ലേവ് കൂടിയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാകാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതിന്റെ മേലധികാരിയായ റിച്ചാർഡ് അറ്റിയാസ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 40-ലധികം മന്ത്രിമാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ ഉച്ചകോടിയിലേക്ക് എത്തിച്ചേരും. ഉച്ചകോടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ മാധ്യമ സാന്നിധ്യം ഇത്തവണ കൂടുതലായി ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തന്നെ മീഡിയ വൺ ഇത്തവണയും തുടർച്ചയായി 3ാം തവണയും മാധ്യമ പങ്കാളിയായി സൗദിയുടെ ഈ പ്രീമിയം ബിസിനസ് കോൺക്ലേവിൽ മാധ്യമ പങ്കാളിയായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കുള്ള സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിൽ ദേശീയ ചാനൽ ഉൾപ്പെടെയുള്ള ഒരു ദേശീയ ചാനൽ കൂടി ഇത്തവണയും മാധ്യമ പങ്കാളിയായി എത്തും. ഇതിന് പുറമെ വിവിധ ഇന്ത്യൻ മാധ്യമങ്ങളെയും ഈ കോൺക്ലേവിലേക്ക് മന്ത്രാലയം ഇത്തവണ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളി സാന്നിധ്യവും ഒപ്പം തന്നെ ഇന്ത്യൻ മാധ്യമ സാന്നിധ്യവും നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സാധ്യതകളും ഒപ്പം തന്നെ അവസരങ്ങളും തീർന്നതായിരിക്കും ഈ തവണത്തെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ്. അതിന്റെ ഭാഗമായുള്ള ചർച്ചകളും ഒപ്പം തന്നെ സാധ്യതകളും എല്ലാം തന്നെ ആലോചിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇതിനകം തന്നെ സൗദി അറേബ്യയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്.